വെറുക്കപ്പെടുക, മറ്റുള്ളവരാൽ നിന്ദിതനാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊത്തിരി വേദനാജനകമായ കാര്യമാണ്. പലരും ഇതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾ വെറുക്കപ്പെട്ടവരാണോ? എവിടെയെങ്കിലുമൊക്കെ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളെ വളരെ കൊച്ചാക്കുന്ന പോലെ, നിങ്ങളെ വിലയില്ലാതെ കാണുന്ന പോലെയൊക്കെ തോന്നി വേദനിച്ചിട്ടുണ്ടോ? അതേപോലൊരു സിറ്റുവേഷൻ എഴുതിയിരിക്കുക. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട്, അങ്ങനെയുള്ള ഒരാളോട്, അങ്ങനെയുള്ളൊരു വ്യക്തിയോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കുന്നു. എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ പരിഹസിക്കപ്പെട്ടത്, കളിയാക്കപ്പെട്ടത്? ചിലപ്പോൾ സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, പണം കുറഞ്ഞതിൻ്റെ പേരിൽ, വീട് ചെറുതായതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസം കുറഞ്ഞതിൻ്റെ പേരിൽ, എല്ലാവരുടെയും ഒപ്പം നിൽക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ പേരിൽ പലരും വല്ലാതെ വേദനിച്ചവരുണ്ട്, തകർന്നു പോയവരുണ്ട്. എനിക്ക് എത്താൻ പറ്റിയില്ലല്ലോ, എനിക്ക് ആകാൻ പറ്റിയില്ലല്ലോ, എനിക്ക് അവിടെ ഇന്നതുപോലൊന്ന് ജോലി ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്കൊന്ന് പോകാൻ ഒത്തില്ലല്ലോ, എന്നെക്കൊണ്ട് ആ സമയത്ത് അതിനെക്കൊണ്ട് ആയില്ലല്ലോ. പല കാരണങ്ങളാൽ അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ കുറച്ച് മിനിറ്റുകൾ പറയാനുണ്ട്. ഓരോരോ വിഷമങ്ങൾ, സങ്കടങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ. പക്ഷെ അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കുന്നു. ഭയങ്കരമായ മാറ്റം ഉണ്ടാവും. ഇന്നത്തെ സാഹചര്യം ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറും. എഴുതിയിരിക്കുന്നു നോക്ക്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം, ആ കാരണത്താൽ, ഓരോ ദിവസവും വചനം കേൾക്കുന്ന ആ കാരണത്താൽ, ആ ഒരു നിമിത്തം, ആ ഒരു നിയോഗത്താൽ സാഹചര്യങ്ങൾ മാറും. ഇന്ന് വെറുക്കപ്പെട്ടവനും നിന്ദിക്കപ്പെട്ടവനും പലരുടെയും പരിഹാസം ഏറ്റുവാങ്ങിയവരും, കൊള്ളത്തില്ല, കഴിവില്ലാത്ത വ്യക്തി, ഒരു യോഗ്യതയില്ലാത്ത ആൾ, ഭാഗ്യമില്ലാത്തവൻ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഓരോ മനുഷ്യനും പറയാനുള്ളത്. ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഞാൻ, ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് അരുളി ചെയ്യുന്ന കാര്യമാണ്, കർത്താവ് നിമിത്തം, കഴിവ് നിമിത്തമല്ല, ബുദ്ധി നിമിത്തമല്ല, ദൈവാനുഗ്രഹം നിമിത്തം, ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത് നിമിത്തം, ആ കാരണത്താൽ രാജാക്കന്മാർ പോലും നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു കാലം വരും. പ്രഭുക്കന്മാർ പോലും നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു കാലം വരും. ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിന്നെ എത്തിക്കാൻ, നിന്നെ അനുഗ്രഹമുള്ള ഒരാളാക്കാൻ, അത്ഭുതമായ നിലയിൽ നിലനിർത്താൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവിന് ഇന്നും സാധിക്കും. നിങ്ങൾക്കതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന വാക്കേതാണ്? കർത്താവ് നിമിത്തം. നിങ്ങൾ ഓരോരുത്തരും വചനം കേൾക്കുമ്പോൾ ഓർക്കും, ഇതൊക്കെ കേട്ടിട്ട് എന്താ കാര്യം? ഈ വചനം നിമിത്തം, ഈ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം നിമിത്തം നാളുകളിൽ നിങ്ങൾ അധികമായി അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നിമിത്തം, കഴിവ് നിമിത്തം, സ്വാധീന നിമിത്തം, ബുദ്ധി നിമിത്തം എന്നൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. കർത്താവ് നിമിത്തം, ആ അനുഗ്രഹം നിമിത്തം. അതാണ് നിമിത്തമായി തീരേണ്ടത്. അതാണ് നിമിത്തമായി നിങ്ങളിൽ മാറേണ്ടത്. അതാണ് നിമിത്തമായി മാറുന്നത്. കർത്താവ് നിമിത്തം. ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഈ വചനത്തിലൂടെ.